UDF നിർണായക യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. ബോർഡ് കോർപ്പറേഷൻ വിഭജനവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾക്ക് യോഗം തുടക്കം കുറിക്കും. പ്രധാന ബോർഡുകളും കോർപ്പറേഷനുകളും ലക്ഷ്യമിട്ട് ഘടകകക്ഷികൾ രംഗത്തുണ്ട്. ഭരണപരിഷ്കാര കമ്മീഷൻ പദവിക്കായി മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും പിടിമുറുക്കുകയാണ്. KTDC വനിതാ കമ്മീഷൻ ചെയർമാൻ പദവികളിലേക്കും ചരടുവലികൾ ശക്തമാണ്. വിവരാവകാശ കമ്മീഷനിലും KFCയിലും കണ്ണുവെച്ചും വിവിധ ഘടകകക്ഷികൾ നീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ ആവശ്യപ്പെടാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, നിർണായകമായ UDF യോഗമാണ് ചേരുന്നത്. UDF യോഗം ഏറെ വൈകിയുമാണ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ചേരുകയും ചെയ്യുന്നത്. ഘടകകക്ഷികളുടെ അവകാശവാദങ്ങളോട് കോൺഗ്രസിന്റെ സമീപനം എന്തായിരിക്കും? മധു, UDF സർക്കാർ അധികാരത്തിലേറ്റ് 2.5 മാസം പിന്നിടുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണി യോഗം ചേർന്നത്. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ മുന്നണി യോഗം എത്രയും പെട്ടെന്ന് വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അവർ അസംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് യോഗം വിളിച്ചത്. കാരണം ബോർഡ് കോർപ്പറേഷൻ വിഭജനം പൂർത്തിയാകാത്തതാണ് മുന്നണിയിൽ അസംതൃപ്തി പുകയാൻ പ്രധാന കാരണം അധികാരത്തിലെത്തിയാൽ തൊട്ടു പിന്നാലെ തന്നെ ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങൾ പൂർത്തീകരിക്കണം. പക്ഷേ ഈ തവണ ആ ചർച്ചകൾ തുടങ്ങാൻ തന്നെ വൈകി. ഇനി ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ചയിലൂടെ ഓരോ ഘടകകക്ഷിക്കും ഏതൊക്കെ ബോർഡുകൾ കോർപ്പറേഷനുകൾ വിട്ടു നൽകണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അതിനുശേഷമാകും മറ്റ് ആരെയായിരിക്കും ബോർഡ് കോർപ്പറേഷന്റെ അധ്യക്ഷ പദവിയിലേക്കും അംഗങ്ങളായി നിയമിക്കുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട 1 ഡസനിലേറെ ബോർഡ് കോർപ്പറേഷനുകളിലേക്ക് ഓരോ ഘടകകക്ഷികളും പിടിമുറുക്കി കഴിഞ്ഞു. അവർ ചരടുവലികൾ സജീവമാക്കി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർപേഴ്സണാണ്. ആ പദവിയിലേക്ക് മുസ്ലിം ലീഗ് MK മുനീറിനെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം PJ ജോസഫിനെയുമാണ് ഉയർത്തിക്കാട്ടുന്നത്. ആ കാര്യത്തിൽ ഒരു അനുനയ നീക്കം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയൂ. അതേപോലെയാണ് KTDC, ഒപ്പം വനിതാ കമ്മീഷൻ, അങ്ങനെ തുടങ്ങിയ നിരവധി പ്രധാന കമ്മീഷനുകളും ഒപ്പം ബോർഡുകളുമുണ്ട്. അതിലൊക്കെ തീരുമാനം വേണം. ഏതായാലും ഇതിനൊപ്പം തന്നെ മദ്യനയം ഒരു പ്രധാന വിഷയമാണ്. കാരണം സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പന നടത്താനുള്ള നീക്കം അതുമായി ബന്ധപ്പെട്ട UDFന്റെ അനുമതി വാങ്ങണം. സമാനമായി തന്നെ PM ശ്രീ പദ്ധതി ഉപേക്ഷിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ആ വിഷയം UDFിൽ ഘടകകക്ഷി നേതൃത്വത്തെ ധരിപ്പിക്കണം എന്തുകൊണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെയുള്ള വിവാദമായ മറ്റു പല വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയാകും. കാരണം ഏറെ ദിവസങ്ങൾക്ക് ശേഷം ചേരുന്ന യോഗം, ഇനി ഒരു നിശ്ചിത ഇടവേളയിൽ UDF യോഗം ചേരണമെന്ന അഭിപ്രായം ഒരുപക്ഷെ ഘടകകക്ഷികൾ ഉയർത്താൻ സാധ്യതയുണ്ട്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. UDFന്റെ നിർണായകമായ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ പങ്കുവെക്കുന്നത് അടക്കമുള്ള അവകാശവാദങ്ങളും അതിലെ നിലപാടുകളിലും പ്രാഥമികമായ ചർച്ചകൾക്ക് തുടക്കമാകുന്നു.